ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി മുടിയെ കെട്ടാനുള്ള ബാൻഡൊക്കെ വാങ്ങാനായിട്ട് നമ്മൾ കടയിൽ പോകേണ്ട, നമുക്കേ ചെയ്തെടുക്കാം. വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. മുടിയിൽ കെട്ടുന്ന സ്ക്രഞ്ചി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. സ്ക്രഞ്ചീസ് നമുക്ക് പല വലുപ്പത്തിൽ ഉണ്ടാക്കാം. സ്മോള്, മീഡിയം, സ്റ്റാൻഡേർഡ് സൈസ് അങ്ങനെയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റിൽ നമുക്ക് തുണി കട്ട് ചെയ്തെടുക്കാം. ഇന്ന് നമ്മൾ എടുക്കുന്നത് നീളം 24ഉം അതിൻ്റെ വീതി 3.5 ആണ് എടുക്കുന്നത്. ഒരു ചോക്ക് വെച്ചോ പേന വെച്ചോ കറക്റ്റായിട്ട് വരച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കറക്റ്റായിട്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റാണോ എന്ന് നോക്കാം. 12 ഇഞ്ചുണ്ട്, കറക്റ്റാണ്. അപ്പോൾ 24 ആണല്ലോ നമ്മൾ എടുത്തേക്കുന്നത്. ഇവിടെ 3.5 ആണ്. അതും കൂടി നമുക്കൊന്ന് നോക്കാം കേട്ടോ, കറക്റ്റാണോ എന്ന്. ഇനി കട്ട് ചെയ്യുമ്പോൾ മാറിപ്പോയിട്ടുണ്ടോ എന്ന് നോക്കാമല്ലോ. കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തയ്ച്ചെടുക്കാം. കറക്റ്റാണ് രണ്ടും, 3.5ഉം 24ഉം. അപ്പോൾ നമ്മൾ നല്ല വശം അകത്തേക്ക് വെച്ചിട്ട് കളറ് കുറഞ്ഞ വശമാണ് കേട്ടോ പുറത്തേക്ക് മടക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് കണ്ട അത്ര വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവില്ല. കുറച്ച് ഏകദേശം ഒരേപോലത്തെ കളറാണ്, കുറച്ചൊരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ചിലപ്പോൾ ക്യാമറയിൽ കാണുമ്പോൾ അങ്ങനെ മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നല്ല കളറുള്ള വശം അകത്തേക്കും, കളറ് കുറഞ്ഞ വശം കണ്ടോ, ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ സൈഡ് കാണുമ്പോൾ കളർ കുറവല്ലേ, അതാണ് പുറത്തേക്ക് മടക്കിയേക്കണേ. അപ്പോൾ നമുക്ക് ഇതൊന്നിങ്ങനെ മടക്കിയിട്ട് നന്നായിട്ട് തേച്ചെടുക്കാം. തേച്ചെടുത്ത് കഴിയുമ്പോൾ പിന്നെ ആ മടക്ക് പോവില്ല, നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്കതൊന്ന് മാറിപ്പോവാതിരിക്കാനായിട്ട് ഇങ്ങനെ ഈ നീഡിലൊന്ന് ജസ്റ്റ് ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കാം. അതിനുശേഷം നമ്മൾ തയ്ക്കുമ്പോൾ ഒന്നൊന്നായിട്ട് എടുത്ത് അങ്ങനെ തയ്ച്ചെടുക്കാം. ഇത് നന്നായിട്ട് ഞാൻ അയൺ ചെയ്തെടുത്തേക്കണോണ്ട് കറക്റ്റായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ എല്ലാത്തേലും കുത്തിയിട്ടില്ല നീഡിൽ, കുറച്ച് ഇതിലെയാണ് കുത്തി കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ പിന്നെ നല്ല തേച്ചിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല എളുപ്പമാണ് കേട്ടോ. അയൺ ചെയ്തിട്ട് തയ്ക്കുവാണെങ്കിൽ നല്ല എളുപ്പമാണ്. അപ്പോൾ നിങ്ങളാണെങ്കിലും കട്ട് ചെയ്തിട്ട് ഇങ്ങനെ അയൺ ചെയ്തിട്ട് തയ്ക്കുകയാണെങ്കിൽ കണ്ടോ, നല്ല ഒന്നായിട്ട് രണ്ട് തുണിയും കൂടെ ഒന്നായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മാറിപ്പോകുമൊന്നുമില്ല. തേച്ചിട്ട് ഇങ്ങനെ ഒട്ടിയിരിക്കണമെങ്കിൽ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തയ്ച്ചു കൊടുക്കാം. 2 തയ്യൽ കൊടുക്കാം കേട്ടോ. ഡബിൾ സ്റ്റിച്ച് ചെയ്യാം. ഒന്ന് തയ്ച്ചതിന് ശേഷം ഒന്നും കൂടി തയ്ക്കാം. അപ്പോൾ അതങ്ങനെ സ്ട്രോങ് ആയിട്ടിരുന്നോളും. അപ്പോൾ നമ്മൾ തയ്ച്ചെടുത്തു. അപ്പോൾ ഇതിൻ്റെ തുമ്പ് ഇങ്ങനെ ഞാൻ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നീഡിൽ വെച്ചിട്ട്. 2 വശത്തും 4 തുമ്പ് വരുമല്ലോ, ആ തുമ്പുകൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ സ്റ്റിച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണെന്ന് വെച്ചാൽ നമുക്കിത് രണ്ടും കൂടെ കൂടിയിട്ട് കൂട്ടി അടിക്കണം. ഇങ്ങനെ കറക്റ്റ് വെച്ചിട്ട് കൂട്ടി അടിക്കണം, അതിന് വേണ്ടിയാണ് കേട്ടോ. ഇതിങ്ങനെ വെച്ചതിന് ശേഷം കറക്റ്റായിട്ട് അടിക്കണം. ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ കറക്റ്റായിട്ട് വെക്കണേ. വെച്ചതിന് ശേഷം ശ്രദ്ധിച്ച് മാറിപ്പോവാതെ പിൻ ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ നല്ല എളുപ്പമാണ്, മാറിപ്പോവില്ല. അല്ലെങ്കിൽ നമ്മളിങ്ങനെ വെക്കുമ്പോഴേക്കും മാറിപ്പോവും. അങ്ങനെ വെച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാം. കണ്ടോ, അടിച്ചെടുത്ത് കഴിയുമ്പോൾ കണ്ടോ ഇങ്ങനെ ഒരു ചെറിയ ഹോള് മാത്രമാവും കേട്ടോ. അത് നമുക്ക് മറച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്, പിന്നെ ഇലാസ്റ്റിക് ഇടാനൊക്കെ വേണ്ടിയിട്ടാണ് ആ ഒരു ചെറിയ ഹോള്. അപ്പോൾ ചെറിയ ഹോളിൽ കൂടെ നമ്മൾ നല്ല വശം പുറത്തേക്ക് എടുക്കുകയാണ്. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് എടുക്കാവുന്നേ ഉള്ളൂ. നല്ല എളുപ്പമാണ് അങ്ങനെ ചെയ്യാനായിട്ട്. നല്ല വശം പുറത്തേക്ക് എടുത്തതിന് ശേഷം നമ്മൾ അതിൽ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ്. കണ്ടോ, ഞാനൊരു 7 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇലാസ്റ്റിക് ഇങ്ങനെ വെച്ചിട്ട് ഒരു 7 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു തുമ്പിലൊരു പിന്നു കുത്തിയിട്ട് നമുക്കിങ്ങനെ ചെയ്യാം. അപ്പോൾ നല്ല എളുപ്പമായിരിക്കും ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഫാസ്റ്റായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം. അതിനുശേഷം ആ ഇലാസ്റ്റിക്കിൻ്റെ തുമ്പ് രണ്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. 6 ആക്ക് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. നോർമൽ സ്റ്റിച്ചും ചെയ്യാം. അപ്പോൾ പുറകോട്ടും മുമ്പോട്ടും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നല്ല സ്ട്രോങ് ആയിട്ട് വെക്കണം, വിട്ടുപോകാത്ത രീതിയിൽ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വെക്കുമ്പോൾ ഇത് മാറിപ്പോവും. അപ്പോൾ രണ്ടും 2 സൈഡിലേക്ക് പോകും. അതുകൊണ്ട് ഇതൊന്ന് പിൻ ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് എത്ര ബാൻഡ് ഉണ്ടെങ്കിലും തികയില്ലല്ലോ. പ്രത്യേകിച്ച് പെൺകുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ അവർക്ക് എത്ര നമ്മൾ വാങ്ങിക്കൊടുത്താലും അത്യാവശ്യ സമയത്ത് കാണില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ തന്നെ തയ്ച്ചെടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളറിൽ, ഇഷ്ടമുള്ള ഡിസൈനിലൊക്കെ ചെയ്തെടുക്കാം. നമ്മൾ തയ്ക്കണവരൊക്കെ ആണെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാലൻസ് വരുന്ന തുണികളൊക്കെ ഉണ്ടാവുമല്ലോ, കുർത്താസോ അതുപോലെ തന്നെ ബ്ലൗസോ എന്തെങ്കിലുമൊക്കെ തയ്ച്ചതിൻ്റെ ബാലൻസ് തുണിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല കളറുള്ള ഭംഗിയുള്ള തുണികളൊക്കെ എടുത്തിട്ട് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ ഇത് മാറിപ്പോവാതിരിക്കാനായിട്ട് ഞാനിങ്ങനെ ആ സൂചി ഇങ്ങനെ വെക്കും. സൂചി
ഇലാസ്റ്റിക്കിൽ വന്നതിന് ശേഷം ഞാൻ ആ പിൻ ചെയ്ത് വെച്ചേക്കണ നീഡിൽ പയ്യെ ഇങ്ങനെ വലിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അത് മാറിപ്പോവില്ല, കറക്റ്റായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ സിക്സാക്ക് ആ പാറ്റേൺ ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സിക്സാക്ക് ഇല്ലാത്തവർക്ക് നോർമൽ മെഷീനൊക്കെ ആണെങ്കിൽ നമ്മൾ പുറകോട്ടും മുമ്പോട്ടും ഇങ്ങനെ അടിക്കില്ലേ, സ്റ്റാർട്ട് ചെയ്യണോർത്തും എൻ്റെ നിർത്തണോർത്തും നമ്മൾ നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് സ്റ്റിച്ച് വീഴാൻ വേണ്ടിയിട്ട് അടിക്കില്ലേ, അങ്ങനെ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ പിന്നെ ആ ചെറിയ ഹോളുണ്ടായിരുന്നല്ലോ, ആ ഹോളിൽ തുണി അകത്തേക്ക് മടക്കി വെച്ചിട്ട് ജസ്റ്റ് നമ്മളൊന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ തുമ്പ് അകത്തേക്കാണ് മടക്കി വയ്ക്കേണ്ടത്. തയ്ച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ജസ്റ്റ് അപ്പോൾ ഒരു സ്റ്റിച്ച് കുറച്ച് പുറത്ത് കാണും, പക്ഷേ അത് മനസ്സിലാവില്ല കേട്ടോ. അതിൻ്റെ ആ തുമ്പൊക്കെ അകത്തേക്ക് വെച്ചതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ തുമ്പ് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നത്. ഇത് വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്, എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ ടൈം എടുത്ത് വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.